അന്നേരം സുഹൃത്തുക്കളെ നമ്മളെ ചക്ക നെല്ലിക്കയാണ്. നല്ല അടിപൊളി നെല്ലിക്ക. പക്ഷേ ഇത്രയും സൈസ് ആയിട്ടില്ല. ഞാൻ പെട്ടെന്ന് നമ്മൾ യാദൃശ്യമായിട്ട് കണ്ട ചേട്ടാ. അന്നേരം കൊതിമൂത്ത് ഒരെണ്ണം പറിച്ചാണ്. അന്നേരത്താണ് നമ്മളെ ചക്ക നെല്ലിക്കയുടെ സൈസ് ആയില്ല. സൈസ് ആയതിനു ശേഷം നമ്മൾ ആ മരത്തിൽ കയറി പറിക്കുന്ന വീഡിയോ കിടപ്പുണ്ട്. നേരത്തെ ഇട്ട വീഡിയോ കിടപ്പുണ്ട്. എൻ്റെ വലിയ ബ്രാൻഡിൻ്റെ വീഡിയോ നമുക്ക് കാണാം കേട്ടോ. അതെ നെല്ലിക്ക. നല്ല അടിപൊളി നെല്ലിക്ക. എന്താ ചേച്ചി വീഡിയോ എപ്പോഴും കാണുന്നുണ്ട്? എന്ത് പേരെന്തായിരുന്നു? ഇതൊന്ന് കഴിച്ചാൽ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. പിന്നെ അതുകൊണ്ട് അവിടെ നിന്ന് ഇപ്പം അങ്ങോട്ട് പറിച്ചത് ഇങ്ങോട്ടും തിരിഞ്ഞ് നോക്കട്ടെ. അതിൻ്റെ സൈസ് ആയിട്ടില്ല. ചക്ക നെല്ലിയാണ്. ചക്ക നെല്ലിയുടെ പ്ലാന്റ് കൊണ്ടുവന്നതാണ്. ഓക്കെ. എന്ത് പേരെന്തായിരുന്നു? സുനിത. എവിടെ സ്ഥലം? എവിടെ? കല്ലുന്നാഴം. ഓക്കെ ഓക്കെ ചേച്ചി ശരി. അന്നേരം താണ്ടെ അടിപൊളി നെല്ലിക്ക. അങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞാണല്ലോ അയണിൻ്റെ കണ്ടന്റ് കൂടുതലായിരിക്കും. മസ്റ്റായിട്ട് വീട്ടിൽ ഒരെണ്ണം വെക്കണം. ഓക്കെ വാ. നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ മലപ്പുറം വഴി ഒരു യാത്ര ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ. അന്നേരം അതാണ്ട് നമ്മളിപ്പം കുരുമുളകാണ്. നല്ല അടിപൊളി കുരുമുളകിൻ്റെ പ്ലാന്റ് സപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണേ. നല്ല അടിപൊളി സൈസിലുള്ള നല്ല അടിപൊളി കുരുമുളക്. അതായത് നമ്മൾ ചട്ടിയിലോ ഡ്രമ്മിലോ ഒക്കെ നിർത്തി കായ്പ്പിക്കാനായിട്ട് ഉള്ള നല്ല സുന്ദരം കുരുമുളകേ. അതെ കുറച്ച് പ്ലാന്റുകൾ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നതാണ്. അന്നേരം നമുക്ക് ഇന്ന് അതായത് ഇന്നത്തെ ദിവസത്തിലാണ് 22-ാം തീയതിയാണ്. 22-ാം തീയതി രാവിലെയാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത്. അതിന് ബാക്കിയുള്ള വീഡിയോ ഒക്കെ ചൂടെ വരുന്നുണ്ട്. സമയം പോലെ വായോ അടിപൊളി വെറൈറ്റി പ്ലാന്റ്. കുറച്ച് പ്ലാന്റുണ്ട്. ഒരു 10,000 അടുപ്പിച്ച് പ്ലാന്റുകളുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കമ്പോഡിയം മുന്തിരി പ്ലാന്റുകളൊക്കെ ഉണ്ട്. അതിന് നമുക്ക് ഇത് സാധനം കൊണ്ടുപോയി കൊടുക്കാം. ഓക്കെ കൂടിയുമായോ. ഇതാണ്ട് പറക്കി വെച്ചേക്കുന്നത് നമ്മളെ കുരുമുളകാണ്. ഇതാണ്ട് സെറ്റ് പ്ലാന്റ്. ഇതാണ്ട് ആ ഭാഗത്തും ഇരിപ്പുണ്ട്. ഈ ഭാഗത്തും ആ ഭാഗത്തും കുറച്ച് കമ്പോഡിയം മുന്തിരി പ്ലാന്റ്. അതേപോലെ തന്നെ കുറച്ച് പ്ലാന്റുകളുണ്ട്. അന്നേരം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നമുക്കിത് കൊണ്ടുപോയി ചെന്ന് അട്ടിയിട്ട് കൊണ്ടുപോയി കൊടുക്കാം ഡാമേജ് ഇല്ലാത്ത രീതിയിൽ. ഓക്കെ. ഇതാണ്ട് കുരുമുളക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്. ചട്ടി നിർത്തി കഴിക്കുന്ന കുറ്റി കുരുമുളക് പ്ലാന്റ്. അന്നേരം യാത്രയിലാണ്. അന്നേരം അടുത്ത ട്രിപ്പ് പോകുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ കോഴിക്കോട് മലപ്പുറം ഹൈവേ സൈഡിൽ എവിടെ നിന്നെങ്കിലും ആവശ്യമുള്ള സാധനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചു തരാനായിട്ട് പറ്റും. ഓക്കെ. അന്നേരം താണ്ടെ നമ്മൾ ലോഡ് ചെയ്യുവാണെങ്കിൽ അന്നേരം ദിവസമാണ്. ചെറിയ വണ്ടിയുടെ ആവശ്യമുള്ളായിരുന്നു. കുറച്ച് പ്ലാന്റിലേ ഉള്ളൂ. അന്നേരം വലിയ വണ്ടി നമ്മളെ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാ പച്ചക്കറി തൈകളൊക്കെ അതാണ്. നമ്മൾ രാവിലെ നേഴ്സറിയിൽ കുറേ പരിപാടികളൊക്കെ നടപ്പുണ്ട് കേട്ടോ. അന്നേരം താണ്ടെ ലോഡ് ചെയ്ത് തുടങ്ങുവാണേ. അതേപോലെ തന്നെ വേറെ ഇപ്പോൾ ഇരിക്കുന്ന ഒരുപാട് വെറൈറ്റി പ്ലാന്റുകളൊക്കെ നമുക്കൊന്ന് കാണാം. അടിപൊളി. ഇതെന്തുകൊണ്ടാ തൊണ്ടമുളകല്ലേ? തൊണ്ടമുളക്. അതേപോലെ തന്നെ തക്കാളി തൈ. അതേപോലെ തന്നെ അതെ ഇതിപ്പം കയറ്റി വിടാനുള്ള പ്ലാന്റാണ്. കുരുമുളകാണ്. അതെ ഈ 2 സെറ്റ് കുരുമുളക് ആ വണ്ടിയിൽ അതിട്ട് നമ്മൾ അത് ലോഡ് ചെയ്യുന്നു. പിന്നെ പെറ്റൂണിയ ഡബിൾ പെറ്റൂണിയ പ്ലാന്റ്. ഇനി ഇരിക്കുന്ന പ്ലാന്റ് ബിഗോണിയ കേട്ടോ. ഒരു രക്ഷയില്ല. നല്ല അടിപൊളി ബിഗോണിയയുടെ പ്ലാന്റ്. അതുപോലെ തന്നെ മാൻഡിവില. ഇനി ഇത്രയും മാൻഡിവില കൂടിയുണ്ട്. റെഡ് സ്വല്പം കുറവാണ്. അതെ റെഡും പിങ്ക് കേട്ടോ. പിങ്ക് നല്ല അടിപൊളി പിങ്ക്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്. ഹാങ്ങിങ് സെറ്റോട് കൂടിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വന്നാൽ വാങ്ങാം. അതേപോലെ തന്നെ നല്ല റോസാ ചെടികൾ, വള്ളി റോസ്. അതേപോലെ ഓർക്കിഡ്. ഇതിനകത്തൊക്കെ ഓർക്കിഡ് ഇരിപ്പുണ്ട് കേട്ടോ. അതെ ഓർക്കിഡിൻ്റെ പ്ലാന്റ്. അതെ ബിഗോണിയ പ്ലാന്റ്. അതേപോലെ തന്നെ ഓർക്കിഡിൻ്റെ സെറ്റ് വീണ്ടും നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അതുതന്നെ ഫേണ് റേറ്റി. അതേപോലെ തന്നെ അതെ അഡീനിയം പ്ലാന്റ്, ഡബിൾ പെറ്റൽ അഡീനിയം കുറച്ച് പ്ലാന്റ് ഇരിപ്പുണ്ട്. അതുതന്നെ ഓർക്കിഡിൻ്റെ പ്ലാന്റ് ഇനി ഇവിടെ നമ്മൾ 2ാം കുറ്റി വീട്ടിൽ ഇത്രയും ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള വെറൈറ്റി പ്ലാന്റുകളൊക്കെ വരുന്നുണ്ട്. അതേപോലെ ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ വാഴ, ടിഷ്യൂ കൾച്ചർ വാഴ. പിന്നെ പറഞ്ഞാൽ ഇങ്ങോട്ടില്ല ഇൻഡോർ പ്ലാന്റ്, സെമി ഷീഡ് പ്ലാന്റുകൾ. അതേപോലെ ഇങ്ങോട്ട് വരുമ്പോൾ വലിയ മാവുകൾ, വലിയ പ്ലാവുകൾ. ഞാൻ അപ്പുറത്തോട്ടുണ്ട് കേട്ടോ. 2ാം കുറ്റിയിലാണ് താണ്ടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി പാഷൻ ഫ്രൂട്ട്. ഇതെല്ലാം ഇൻഡോർ ഏരിയയിൽ വെച്ചേക്കുന്ന പ്ലാന്റുകൾ. അതുപോലെ വലിയ മാവുകൾ. താണ്ടെ പൂത്ത മാവ്, കായ്ക്കാറായ മാവ്. ഈ ഏരിയ ഫുള്ള് മാവ് വെറൈറ്റികളാണ്. ഇതുണ്ട് വലിയ മാവൊക്കെ ഓഫർ വിലയിലുള്ള വലിയ മാവുകൾ. അതിന് അടീനിയത്തിൻ്റെ താണ്ടെ തൈകൾ. അതേപോലെ തന്നെ താണ്ടെ കുരുമുളകിൻ്റെ പ്ലാന്റ് ഇനി ഇത്രയും കൂടെ ഉണ്ട്. നമ്മൾ 2ാം കുറ്റി നേഴ്സറിയിലിരിക്കുന്ന പ്ലാന്റുകളാണ്. നെല്ലി, ചക്ക നെല്ലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നറിയത്തില്ല. നമ്മൾ കുറച്ച് നാൾ മുമ്പ് നമ്മൾ പറിച്ച് ഈ മരത്തിൽ നിന്ന് പറിച്ച് കഴിക്കുന്ന വീഡിയോ. അതുകൊണ്ട് ഇറിഞ്ഞിന് പോലെ കായുണ്ട് കേട്ടോ. താണ്ടെ നോക്കി നമുക്ക് ഈ സൈഡിൽ വന്നിട്ട് നോക്കാം. നിറച്ച് കായ്ക്ക് നോക്കി. കണ്ട നിറച്ച് ഇറിഞ്ഞിന് പോലെ കായ്ച്ചെടുക്കാം. വലിയ സൈസിലുള്ള ചക്ക നെല്ലിക്ക. നല്ല അടിപൊളി നെല്ലിക്ക. അതിൽ നിന്ന് നമുക്ക് ഒരെണ്ണം പറിക്കാം.
ഇതാണ്ട് നിറച്ച് കായട്ടെ, ഇങ്ങോട്ടും എല്ലാം കായ, ചാക്ക് നിറച്ച് പിടിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി നെല്ലിക്ക. അതാണ്ട് നോക്ക് ചുമ്മാ പറയുന്നതൊന്നുമല്ല. അവിടെ സൈസ് നെല്ലിക്കയാണേ. അത് മേളിൽ നിൽക്കുവാന്നേ ഉള്ളൂ, സൈസ് ആയിട്ടില്ല, അതിൻ്റെ ഫുൾ സൈസ് ആയിട്ടില്ല. എന്നിട്ട് താണ്ട് നെല്ലിക്ക താണ്ട് കാഴ്ച കിടക്കുന്നത് കാണാം. എന്താ ഇവിടെ ഒരു തോട്ട ഇരിക്കുന്നത് കേട്ടോ. തോട്ടയ്ക്ക് നമുക്കൊന്ന് രണ്ടെണ്ണം പറിച്ചിട്ട് നോക്കിയാലോ. വലിയ സൈസിലുള്ളത് ആയിട്ടില്ല. ഇപ്പോൾ നമുക്കൊരു മീഡിയം സൈസിലുള്ളത് നമുക്ക് എടുക്കാം. ബാ ദൈവമേ, ഒരു കൈ ഫോണ്, ഒരു കൈ തോട്ടി, എന്തൊക്കെ പരിപാടിയാണ് നോക്കണേ. അത് വന്നില്ല. അയ്യോ, ഒരെണ്ണം വീണ് പോരല്ലോ. ദോ വീണ്. നമുക്ക് അതൊന്ന് പറിച്ച് കഴിക്കാം. അയ്യോ, ഒറ്റ കൈയിലുള്ള പരിപാടി ആയതുകൊണ്ടേ അവിടെ അവിടെ ഇരുന്നോ. ഇതാണ്ട് ഈ ഇടയ്ക്ക് വീണായിരുന്നേ. എവിടെ പോയി? വീണതേ ഉള്ളൂ. നല്ല സൈസ് ആയിട്ടില്ല. സൈസായി തുടങ്ങുന്നേ ഉള്ളൂ. ഒരെണ്ണം ഇവിടെയും വീണായിരുന്നേ. രണ്ടെണ്ണം തട്ടിയിട്ട് നോക്കിയതാ. അതോ പോയി. നമുക്ക് അതും കൂടെ പോയെടുക്കാം. ഇല്ലേ, രണ്ടെണ്ണം ഇപ്പോൾ കിട്ടിയുള്ളൂ. ഇനി നമുക്ക് കൊണ്ട് ചെന്ന് കഴിക്കാം. ഓക്കെ, വയോ നമുക്ക് ഇതിനൊന്ന് കഴിവാം. അന്നേരം സുഹൃത്തുക്കളെ, നമ്മളെ ചക്ക നെല്ലിക്കയാണ്. നല്ല അടിപൊളി നെല്ലിക്ക. പക്ഷേ ഇത്രയും സൈസ് ആയിട്ടില്ല. ഞാൻ പെട്ടെന്ന് നമ്മൾ യാദൃശ്യമായിട്ട് കണ്ട ചേട്ടാ. അന്നേരം കൊതിമൂത്ത് ഒരെണ്ണം പറിച്ചാണ്. അന്നേരത്താണ് നമ്മളെ ചക്ക നെല്ലിക്കയുടെ സൈസ് ആയില്ല. സൈസ് ആയതിനു ശേഷം നമ്മൾ ആ മരത്തിൽ കയറി പറിക്കുന്ന വീഡിയോ കിടപ്പുണ്ട്. നേരത്തെ ഇട്ട വീഡിയോ കിടപ്പുണ്ട്. എൻ്റെ വലിയ ബ്രാൻഡിൻ്റെ വീഡിയോ നമുക്ക് കാണാം കേട്ടോ. അതെ, നെല്ലിക്ക നല്ല അടിപൊളി നെല്ലിക്ക. എന്താ ചേച്ചി വീഡിയോ എപ്പോഴും കാണുന്നുണ്ട്? എന്താ പേരെന്തായിരുന്നു? ഇതൊന്ന് കഴിച്ചാൽ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. പിന്നെ അതുകൊണ്ട് അവിടെ നിന്ന് ഇപ്പം അങ്ങോട്ട് പറിച്ചത്. ഇങ്ങോട്ടും തിരിഞ്ഞ് നോക്കട്ടെ. അതിൻ്റെ സൈസ് ആയിട്ടില്ല. ചക്ക നെല്ലിയാണ്. ചക്ക നെല്ലിയുടെ പ്ലാന്റ് കൊണ്ടുവന്നതാണ്. ഓക്കെ, എന്താ പേരെന്തായിരുന്നു? സുനിത. എവിടെ സ്ഥലം? എവിടെ? കല്ലും താഴെ. ഓക്കെ ചേച്ചി, ശരി. അതാണ് താണ്ടെ. അടിപൊളി നെല്ലിക്ക. അങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞാണല്ലോ അയണ്ട കണ്ടന്റ് കൂടുതലായിരിക്കും. മസ്റ്റായിട്ട് വീട്ടിൽ ഒരെണ്ണം വെക്കണം. ഓക്കെ, ബാ. എന്താണ്ട് ഇത്രത്തോളം പ്ലാന്റുകൾ ഓൾറെഡി കയറിയിട്ടുണ്ട്. നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്. എന്താണ്ട് ലോഡ് അട്ടിയിട്ടേക്കുന്നുണ്ടാ. അട്ടിയിട്ടിട്ട് വരുന്നത്. ഹായ്, ഗുഡ് മോർണിംഗ്. എന്താണ്ട് സുഖാണോ? കലക്കി സേഫായിട്ട് ഡാമേജ് ഇല്ലാത്ത രീതിയിൽ. ഒരുപാട് ഹൈറ്റ് ഒന്നും വേണ്ട. ചെറിയ ഹൈറ്റിലിട്ടാൽ മതി ചേട്ടാ. ചെറിയ ഹൈറ്റിൽ ഇതേപോലെ തന്നെ സെറ്റ് ചെയ്ത് കുറച്ച് സെറ്റാക്കി ഇവിടം വരെ കൊണ്ടുവരാം. അതിന് അടുത്ത ട്രിപ്പ് പോകുമ്പോൾ അല്ലേണ നമുക്ക് മലപ്പുറമോ മറ്റേ എന്താ പറയുക, വയനാടോ മലപ്പുറമോ കോഴിക്കോടോ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം നമ്മളെ ഫോളോവേഴ്സിന് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് അങ്ങ് എത്തിച്ചേരും. ഓക്കെ, ഹൈവേ സൈഡിൽ എവിടുന്നെങ്കിലും കളക്ട് ചെയ്താൽ മതി. ഇല്ലേണ പോകുന്ന വഴി നമ്മൾ നമ്പർ ഇട്ടേക്കാം. വരുന്ന വഴി മാർക്ക് ചെയ്യാം. പോകുന്ന വഴികളിടാം. സമയം പോലെ വന്ന് കഴിഞ്ഞാൽ വരണമെന്നുമില്ല. നമ്മളെ വണ്ടിക്കകത്ത് അങ്ങ് എത്തിച്ചേരും. ഹൈവേയിൽ നിന്ന് കളക്ട് ചെയ്യാം. ഓക്കെ.